നമസ്കാരം, ഞാൻ ഷിബു മടവൂർ. കാർഷിക ഗ്രാമത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എൻ്റെ കൃഷിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ജൈവ സ്ലറി ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ്. സാധാരണയായിട്ട് ഞാൻ എൻ്റെ എല്ലാ കൃഷിക്കും ഹരിത കഷായം, ജീവാമൃതം, പഞ്ചഗവ്യം അല്ലെങ്കിൽ ഏതെങ്കിലും സൈസിലുള്ള ജൈവ സ്ലറികൾ എല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജൈവ സ്ലറി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നമുക്ക് ചെടികൾ നല്ലതുപോലെ കായ്ക്കുന്നതിനും നല്ലതുപോലെ പൂവിടുന്നതിനും ചെടി പുഷ്ടിയായിട്ട് വളരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ കീടനാശിനിയായിട്ട്, അതായത് നമ്മുടെ വേപ്പും പിണ്ണാക്കൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ നിമാവിരകൾ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ശല്യം ഒഴിവാക്കുന്നതിനും അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ ജൈവ സ്ലറിക്കുണ്ട്. അപ്പോൾ പലരും പല രീതിയിലാണ് ജൈവ സ്ലറികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ജൈവ സ്ലറി മിക്കവാറും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു 20 ലിറ്റർ അതിന്റെ കണക്കിനാണ് ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റില് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചാണകം, പച്ച ചാണകമാണ് എടുക്കുന്നത്. അപ്പൊ അതൊരു 20 കിലോയ്ക്ക് വേണ്ടിയിട്ട് പച്ച ചാണകം എടുത്തിട്ടുണ്ട്. രണ്ടാമത് ഗോമൂത്രം, അതൊരു 20 ലിറ്റർ കണക്കാക്കിയിട്ട് ഗോമൂത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 20 ലിറ്റർ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം എടുക്കുമ്പോൾ നമ്മൾ ക്ലോറിൻ ഒന്നും കലരാത്ത നല്ല ശുദ്ധമായ വെള്ളം എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ 2 കിലോ വേപ്പിൻ പിണ്ണാക്കാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം എടുത്തിരിക്കുന്നത് നമ്മുടെ കടലപ്പിണ്ണാക്ക്, അത് ഒരു 2 കിലോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം എടുത്തിരിക്കുന്നത് ശർക്കര, 2 കിലോ ശർക്കര. അതുപോലെ തന്നെ 500 ഗ്രാം നമ്മുടെ പാളയം തോടന്റെ പഴം, അതും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ജൈവ സ്ലറി ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ജൈവ സ്ലറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഏകദേശം ഒരു 100 ലിറ്റർ, ഇതിപ്പോ ഏകദേശം എല്ലാം കൂടെ ഒരു 60-70 കിലോ, 70 ലിറ്ററിന് അടുത്തുള്ള ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു പാത്രം തന്നെ നമ്മൾ എടുക്കണം. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഇത് പുളിച്ച് പൊങ്ങി കളയാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ പാത്രം തന്നെ എപ്പോഴും നമ്മൾ എടുക്കണം. എത്ര ഉണ്ടാക്കുന്നോ അതിന്റെ ഇരട്ടി കൂടുതലെങ്കിലും വലിപ്പത്തിനുള്ള ഒരു പാത്രം എടുക്കണം. അപ്പോൾ ഫസ്റ്റില് നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ചാണകമാണ്. ചാണകം 20 കിലോ ചാണകം, അത് നമുക്ക് ആദ്യമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നാടൻ പശുവിന്റെ ചാണകം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ചാണകം ഇട്ട് കൊടുക്കുക. ചാണകത്തിൽ നൈട്രജന്റെ അളവ് കൂടുതലുണ്ട്. അപ്പം നമുക്ക് ഏത് ജൈവ സ്ലറി ഉണ്ടാക്കിയാലും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ചാണകം. ചാണകം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ ജൈവ സ്ലറികളായാലും ജൈവ വളങ്ങളായാലും ഉണ്ടാക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കിൻ്റെ അകത്ത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് മാത്രമല്ല, വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതൊരു ജൈവ കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചെടിയുടെ മൂട്ടിൽ കൂടെ വരുന്ന രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും, അപ്പോൾ അതുപോലെ തന്നെ നിമാവിരകളുടെ ശല്യം, അതുപോലെ തന്നെ ഉറുമ്പിന്റെ ശല്യം, അപ്പൊ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു ഗുണം കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് 2 കിലോ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലപ്പിണ്ണാക്കാണ്. അപ്പൊ കടലപ്പിണ്ണാക്കിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ലതുപോലെ പുളിക്കുന്നതിനും എല്ലാം നമുക്കിത് സഹായകമാണ്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് 2 കിലോ കപ്പലിന്റെ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. ഇത് പൊടിച്ചിട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ്. നമ്മൾ വെള്ളം കൂടെ ധാരാളമായിട്ട് ചേർക്കുന്നതുകൊണ്ടാണ് ഇത് പൊടിക്കാതെ ഇട്ടിരിക്കുന്നത്. പൊടിച്ചില്ലെങ്കിലും വെള്ളം ഉള്ളത് കൊണ്ട് അത് അലിഞ്ഞതിൻ്റെ അകത്ത് ചേരും. അപ്പോൾ അടുത്ത് നമ്മൾ ചേർക്കുന്നത് ശർക്കര, 2 കിലോ ശർക്കരയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ശർക്കരയാണ് ഈ വളത്തിന് യഥാർത്ഥത്തിൽ നല്ലതുപോലെ പുളിപ്പിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ജീവാണുക്കളുടെ അളവ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ശർക്കര ഇട്ട് കൊടുക്കുന്നത് മൂലം കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് കറുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ശർക്കര നമുക്കൊരു 2 കിലോ ശർക്കര ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാളയം തോടന്റെ പഴമാണ്. അത് 1/2 കിലോ പാളയം തോടന്റെ പഴം, അത് നല്ലതുപോലെ ഇതിൻ്റെ അകത്ത് ഞവടി ചേർത്തിട്ട് അതുകൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗോമൂത്രമാണ്. അത് ഒരു 20 ലിറ്റർ ഗോമൂത്രം കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി അവസാനമായിട്ട് നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെള്ളം, അതും നമുക്കൊരു 20 ലിറ്റർ വെള്ളവും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഇത് ഇളക്കുന്നത് രാവിലെയും വൈകുന്നേരത്തും കൃത്യമായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു തുണി കൊണ്ട് ഇതിൻ്റെ വാ മൂടി കെട്ടി, നല്ലതുപോലെ മൂടി കെട്ടി വെക്കണം. കാര്യം ഈച്ചയൊന്നും ഇതിൻ്റെ അകത്ത് കയറി ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇതിൻ്റെ വാ മൂടി കെട്ടി വെച്ച് കൊടുക്കുക. ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടി വെച്ച് കൊടുക്കണം. ഇത് ഏറെ അകത്ത് വരത്തക്ക രീതിയിൽ തുണിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് വെച്ച് കെട്ടാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എയർ പുറത്ത് പോവാതെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തുണി വെച്ച് മൂടി വെക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.